ഹായ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ 10th പ്രിലിംസിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി വരുന്ന 10th പ്രിലിംസിന് കറണ്ട് അഫയർ നമുക്ക് പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു സാധനം നമ്മൾ ഇപ്രാവശ്യം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കാം. ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ കേരള 16ാമത് മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കിയോ, മുഖ്യമന്ത്രി ആരെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് അല്ലേ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകള് പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം, നിയമം അല്ലെ, ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് വി.ഡി. സതീശൻ. ഇദ്ദേഹത്തിന്റെ ഈ വകുപ്പുകളൊക്കെ നമുക്ക് നോക്കിയിരിക്കാനായിട്ട് ഒരു കുഞ്ഞു കോഡ് പറഞ്ഞുതരാം. ദാ പിടിച്ചോ. പൊതുഭരണവും ആസൂത്രണവും നിയമം വഴി കൈകാര്യം ചെയ്യാൻ എന്ത് വേണം? ധനം വേണം. അതിനെ എങ്ങോട്ട് പോയി? തുറമുഖത്ത് പോയി എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ആ വകുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ്? പൊതുഭരണം, ആസൂത്രണം, നിയമം, ധനം എന്ന് പറഞ്ഞത് ധനകാര്യ വകുപ്പാണ്. എങ്ങോട്ട് പോയി? തുറമുഖം. ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു? വി.ഡി. സതീശനാണ് കൈകാര്യം ചെയ്യുന്നത്. നോക്കി വെച്ചോളുക. ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അല്ലെ, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമുണ്ട്, വിജിലൻസ് ഉണ്ട്, കയറുണ്ട്, ജയിലുണ്ട്. ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു? രമേശ് ചെന്നിത്തലയാണ്. ഒന്നുകൂടി, ആഭ്യന്തരം, വിജിലൻസ്, പിന്നെ ഏതാ? ജയില്, കയറ്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ നിന്നുമാണ് അദ്ദേഹം വിജയിച്ചതെന്ന്. അദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെയാണ്? ആലപ്പുഴയിലെ ഹരിപ്പാടാണ്. ശരി, ഇദ്ദേഹത്തെ നമുക്ക് ഓർത്തിരിക്കാൻ എടുത്താൽ നോക്കിയോ. ആഭ്യന്തര കാര്യത്തിൽ തലയിടുമ്പോൾ വിജിലന്റ് ആയിരിക്കണം എന്ന് ഓർത്ത് വെച്ചു കൊടുക്കാം. നമ്മളൊരു ആഭ്യന്തര കാര്യത്തിൽ തലയിടുമ്പോൾ എന്തായിരിക്കണം? വിജിലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ കയറേണ്ടി വരും. അപ്പൊ ദാ പിടിച്ചോ, ആഭ്യന്തരം തലയിടുമ്പോൾ രമേശ് ചെന്നിത്തല എന്തായിരിക്കണം? വിജിലന്റ്, വിജിലൻസ്, അല്ലെങ്കിൽ എവിടെ കയറണം? ജയിലിൽ കയറേണ്ടി വരും എന്നുള്ളിടത്ത് കയർ എന്ന് കൂടി ആക്കുക. കയർ, കയർ, കയർ. ആര് കൈകാര്യം ചെയ്യുന്നു? രമേശ് ചെന്നിത്തല. ആഭ്യന്തരം അല്ലെ, വിജിലൻസ്, ജയില്, കയറ്, രമേശ് ചെന്നിത്തലയാണ്. ഓക്കെ. അടുത്ത വ്യക്തി സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫാണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്നും വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് സണ്ണി ജോസഫ്. കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയും കൂടിയാണ് സണ്ണി ജോസഫ് അല്ലെ. നമുക്കറിയാം, പരിസ്ഥിതിയെ നമുക്കെടുക്കാം അല്ലെ. പരിസ്ഥിതിയിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സൂര്യൻ അല്ലെ. നമുക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിലായിട്ട് നമുക്കൊരു സോളാർ സെറ്റ് ചെയ്തു എന്ന് ചിന്തിച്ചാൽ മതി അല്ലെ. സൂര്യനിൽ നിന്നും വൈദ്യുതി നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും എന്ന് നമുക്കറിയാം, സോളാർ വഴി. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ സോളാർ എന്ന് സെറ്റ് ചെയ്യുന്നു. സോളാർ അല്ലെ സെറ്റ് ചെയ്താൽ നമുക്ക് അതുവഴി എന്ത് കിട്ടും? വൈദ്യുതി കിട്ടും എന്നുള്ളതാണ്. സോളാറുമായി സൺ നമുക്ക് പരിസ്ഥിതിയുമായിട്ട് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അല്ലെ. അപ്പൊ സൺ എന്നുള്ളത് സണ്ണി എന്ന് കിട്ടണം. പിന്നെ സണ്ണിൽ നിന്നും എന്ത് ഉത്പാദിപ്പിച്ചു നമ്മൾ? വൈദ്യുതി. അതെങ്ങോട്ടാണ് നമ്മൾ കൊടുത്തു? പാർലമെന്റ് അല്ലെ. സോ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഈ പ്രാവശ്യത്തെ മന്ത്രിസഭയിൽ കുറെ മന്ത്രിമാരൊക്കെ നമുക്ക് കൂടൊക്കെ അല്ലെ കണ്ടെത്താനൊക്കെ നമ്മൾ കുറെ പാടുപെട്ടതാണ് അല്ലെ. സണ്ണി ജോസഫ് അല്ലെ. സോളാറിൽ നിന്നും എന്താണ്? വൈദ്യുതി ഉത്പാദിപ്പിച്ചു. നമ്മളിവിടെ കൊടുത്തു അത് പാർലമെന്റിൽ അല്ലെ. പാർലമെന്റ്. ഇതൊക്കെ ആരാണ്? സണ്ണി ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയിലെ പേരാവൂരാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ക്ലിയർ. അടുത്ത വ്യക്തി കെ മുരളീധരനാണ്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. കൈകാര്യം ചെയ്ത വകുപ്പുകൾ ആരോഗ്യം, ദേവസ്വമാണ് അല്ലെ. കെ മുരളീധരൻ. നമുക്കറിയാം, മുരളീധരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൃഷ്ണനെയാണ് എന്ന് ചിന്തിക്കുക. കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലുണ്ട് അല്ലെ. മുരളി ഓടക്കുഴൽ അല്ലെ. മിക്കവാറും നമ്മൾ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും, നല്ല ആരോഗ്യം കിട്ടണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നല്ല ആരോഗ്യം കിട്ടാനായിട്ട് നമ്മൾ കോവിലിൽ പോയിട്ടല്ലേ. കോവിൽ അല്ലെ, അല്ലെങ്കിൽ ടെമ്പിൾ. കോവിലൊക്കെ വരുന്നത് ദേവസ്വത്തിന് കീഴിലാണ് അല്ലേ. ക്ഷേത്രം, ദേവസ്വം, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അവിടെ പോയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു? നല്ല ആരോഗ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് അല്ലെ. നല്ല ആരോഗ്യം കിട്ടാൻ കോവിലിൽ പോയി പ്രാർത്ഥിക്കുന്നു അല്ലെ. കൃഷ്ണൻ എന്ന് ചിന്തിച്ചാൽ മതി. കയ്യിൽ മുരളിയുണ്ട്. അപ്പോ കെ മുരളീധരൻ എന്തൊക്കെയാണ്? ആരോഗ്യവും ദേവസ്വം. കോവിൽ എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഏതാണ് മണ്ഡലം എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചു എന്ന വ്യക്തിയും കൂടിയാണ് മുരളീധരൻ. ശേഷം പ്രവേശിക്കുന്നു പി.സി. വിഷ്ണുനാഥ് അല്ലെ.
കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് PC വിശ്വനാഥ്. കൈകാര്യം ചെയ്യുന്നത് വിനോദസഞ്ചാരം, സാംസ്കാരികം, സിനിമ. അല്ലെ, വിഷ്ണുനാഥ്. നാദിനെ എടുക്കാം നമുക്ക്. നാദം എന്നാക്കാം. ശബ്ദം അല്ലെ. നമ്മളിൽ ഈ കാണുന്ന 99.99% പേരും ടൂർ പോയിട്ടുള്ളവരായിരിക്കും. വിനോദങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ വിനോദങ്ങൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പാട്ടൊക്കെ കേട്ട് കൊണ്ടുപോകായിരിക്കും. പാട്ട് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് നമ്മൾ സിനിമയൊക്കെ കണ്ടുപോകും അല്ലേ. ഇത് തന്നെയാണ് 90% അല്ലെങ്കിൽ 100% പേര് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് വലിയ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെ, വിനോദത്ത് പോവുകയാണെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കേട്ടുകൊണ്ട് പോകും. ഇത് നമ്മുടെ സംസ്കാരമാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് ചിന്തിച്ചാൽ മതി. നാദം ശബ്ദവും എടുക്കുക. വിനോദത്തിന് പോകുമ്പോൾ പാട്ടും സിനിമയും കണ്ടുപോകുന്നത് നമ്മുടെ സംസ്കാരമാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ വിനോദം അല്ലെ, സിനിമ, സംസ്കാരം, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥാണ്. പോകുന്നു AP അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് AP അനിൽകുമാർ. കൈകാര്യം ചെയ്യുന്നത് റവന്യൂ അല്ലെ. നമുക്ക് മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട്, അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അനിലൻ, കാറ്റ് എന്ന് നമുക്ക് ഓർക്കുക. കാറ്റ് അല്ലെ. നമുക്കറിയാം, ഈ മഴ കാറ്റൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എന്ത് പോകും? റവന്യൂ കയ്യിൽ നിന്ന് നഷ്ടമാകുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അല്ലേ. അയ്യോ, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ് വന്ന് നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കൂടാ? റവന്യൂ പോകുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഇത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് വിജയിച്ച എന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ശേഷം നമ്മൾ നോക്കുന്നത് T സിദ്ദിഖാണ് അല്ലെ. T സിദ്ദിഖ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് T സിദ്ദിഖ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പാണെങ്കിലോ കൃഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. T സിദ്ദിഖ് സിമ്പിൾ ആണ്. T എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ, തേയില എന്ന് ചിന്തിക്കാം. തേയില ഒരു കൃഷിയാണ്, അങ്ങനെയും പോകാം. ഇല്ലെങ്കിൽ സിദ്ദിഖിനെ എടുക്കുക. സന്ദേശം സിനിമയിലെ സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കൃഷി വകുപ്പാണ് അല്ലെ. മണ്ണ് ഉദയമാനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും പോകുക. ഇല്ല എങ്കിൽ സിദ്ദിഖിന്റെ ദിക്ക് എടുക്കുക. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ 4 ദിക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാലും കൃഷി നമുക്ക് കാണാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ മതി. 4 ദിക്കാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ്. വയനാടൊക്കെ കൃഷിയൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ T സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൃഷിയാണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു വകുപ്പ് വേണമെങ്കിൽ അത് ഇതായിരിക്കാം എന്നുള്ളതാണ്. നോക്കിക്കോ, ബിന്ദു കൃഷ്ണ. ഇപ്രാവശ്യത്തെ മന്ത്രിമാരിൽ 2 വനിതാ മന്ത്രിമാരാണ് അല്ലെ. 2 വനിതാ മന്ത്രിമാരും 11 വനിതാ MLAയും ഉണ്ട്. അതിൽ 2 വനിതാ മന്ത്രിമാരുണ്ട്. അതിലൊന്ന് ബിന്ദു കൃഷ്ണയാണ്. കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശുക്ഷേമം, ഒപ്പം തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പാണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ആര് വിജയിച്ചു വന്നിരിക്കുന്നത്? ബിന്ദു കൃഷ്ണ വിജയിച്ചു വന്നു എന്നുള്ളതാണ് അല്ലെ. വനിതാ ശിശുക്ഷേമം, തൊഴിൽ അല്ലെ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബിന്ദു കൃഷ്ണ ഒരു വനിതയാണ് അല്ലെ. വനിതയാണ്. ആ പേര് തന്നെ ബിന്ദു കൃഷ്ണ വനിതയാണ് അല്ലെ. വനിതകൾക്ക് കൂടുതൽ ഇഷ്ടം ശിശുക്കളോടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വനിതാ ശിശുക്ഷേമം കിട്ടും അല്ലെ. ശിശുക്കളോട് ലാളിക്കുകയും അവരെയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുകയും സ്നേഹ പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടാണ് വനിതകൾ കൂടുതൽ എങ്ങോട്ട് പോകുന്നത്? തൊഴിലിന് പോകുന്നു എന്ന് ചിന്തിക്കുക അല്ലെ. ഇനിതാ ബിന്ദു കൃഷ്ണയുടെ കൃഷ്ണനെ എടുക്കുക. കൃഷ്ണൻ മിക്കവാറും നമ്മൾ ഹിന്ദു മിത്തോളജി കൃഷ്ണന്റെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളവര് കൃഷ്ണൻ ഈ ഗോക്കളെയൊക്കെ മേയിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കൃഷ്ണൻ ഗോക്കളൊക്കെ മേയിച്ച് കിടക്കുന്നു. ഗോക്കളെ അല്ലെങ്കിൽ പശുവിന്റെ നിന്നും പാല് നേരിട്ട് സ്വീകരിച്ച് കുടിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം അല്ലെ. അപ്പൊ കൃഷ്ണൻ അല്ലെ ഗോക്കൾ മേയിച്ച് നടക്കുന്നു. മൃഗസംരക്ഷണം, അതിൽ നിന്നും പാല് കുടിക്കുന്നു. ക്ഷീര വികസനം. എന്താ നോക്കിക്കോ, ബിന്ദു എന്നുള്ളത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത് വനിത എന്ന് കിട്ടും. വനിതകൾക്ക് കൂടുതൽ ഇഷ്ടം ശിശുക്കളോടാണ്, എന്നിട്ടാണ് തൊഴിലിന് പോകുന്നത്. അപ്പോൾ വനിതാ ശിശുക്ഷേമം ഇവിടെ കിട്ടണം. ഇനിതാ ഇവിടെ നോക്കിക്കേ, കൃഷ്ണന്റെ തൊഴിൽ മൃഗങ്ങളെ സംരക്ഷിക്കുക, പാൽ കുടിക്കുക. അപ്പൊ ബിന്ദു കൃഷ്ണൻ, ഇവിടെ കൃഷ്ണൻ കിടക്കുന്നു. മൃഗങ്ങൾ അല്ലെ, പാല്, ക്ഷീരവികസനം, ഒപ്പം നോക്കിക്കോ പിള്ളേരെ മൃഗസംരക്ഷണം. ആ പിക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷ്ണൻ ഇങ്ങനെ അല്ലെ അവിടെ നിന്ന് പാല് കുടിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ഷീരവികസനവും മൃഗസംരക്ഷണം ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ഇതിൽ മറ്റൊരു വനിതയാണ് KA തുളസി അല്ലെ. KA തുളസി
കെ തുളസി ഇപ്രാവശ്യം ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. ദാക്ഷായണി പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടാണ്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കെ തുളസി കൈകാര്യം ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് അല്ലെ. പാലക്കാട് ജില്ലയിലെ കോങ്ങാടിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് അല്ലെ. പാലക്കാടിലെ കോങ്ങാടിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് കെ തുളസി എന്ന് പറയുന്നത്. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കെ തുളസി അല്ലെ. നമ്മൾ മിക്കവാറും ഈ വീടുകളൊക്കെ സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. വീടുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലെ. വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പട്ടിക എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ട്. പട്ടിക അല്ലെങ്കിൽ കട്ടള എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ ആണിയൊക്കെ അടിച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? തുള അല്ലെ. തുളയിട്ടാണ് നമ്മൾ ഈ പട്ടികയിൽ എന്ത് ചെയ്യുന്നത്? ആണികളൊക്കെ അടിച്ചു വെക്കുന്നത്. ഇതേ അങ്ങനെ നോക്കിയാൽ മതി അല്ലെ. കെ തുളസി കട്ടള അങ്ങനെ പട്ടികയിൽ എന്തു തുളയിട്ടു. ഇതേ പട്ടിക അല്ലെ. ഇങ്ങനെ കട്ടയിലൊക്കെ തുളയിട്ടിട്ടുണ്ടായിരിക്കും പട്ടികയിലൊക്കെ. ഓക്കെ, അപ്പൊ കെ തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. മറന്നു പോകരുത്. എം ലിജു ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും വിജയിച്ചു വന്ന വ്യക്തിയാണ് എം ലിജു. 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു, എക്സൈസും സഹകരണവും. എം ലിജു അല്ലെ. എം ലിജുവിന്റെ പേരിന് നമുക്ക് ലിജു എന്നെഴുതാം. ലിജു. ലി എന്ന് പറയുമ്പോൾ ലിക്കർ എന്ന് ഓർക്കുക. ലിക്വർ നമുക്ക് സഹകരണത്തോടെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആര് പിടിക്കും? എക്സൈസ് പിടിക്കും. ഇനി ജൂ എടുക്കുക. ജ്യൂസ് നമുക്ക് സഹകരണത്തോടെ ഉണ്ടാക്കാമെന്നും ചിന്തിക്കുക. അപ്പൊ LIJU ലി ജൂ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. LIJ ജ്യൂസ് നമുക്ക് സഹകരണത്തോടെ ഉണ്ടാക്കാം. അപ്പോൾ സഹകരണ വകുപ്പ്. ലിക്വർ സഹകരണത്തോടെ ഉണ്ടാക്കിയാൽ ആര് പൊക്കൂടാ? എക്സൈസ് പിടിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ എം ലിജുവിന്റെ 2 വകുപ്പുകളാണ് എക്സൈസും സഹകരണവും. ആര് കൈകാര്യം ചെയ്യുന്നു? എം ലിജു. ഏതാണ് മണ്ഡലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും വിജയിച്ചു വന്ന വ്യക്തിയാണ് എം ലിജു. OJ ജനീഷ് ഇപ്രാവശ്യത്തെ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. OJ ജനീഷ് പ്രായം കുറഞ്ഞ മന്ത്രിയാണ് അല്ലെ. യുവജനക്ഷേമം, കായികം, മ്യൂസിയം, രജിസ്ട്രേഷൻ. തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് OJ ജനീഷ് അല്ലെ. പ്രായം കുറഞ്ഞ മന്ത്രിയാകുമ്പം യുവജനക്ഷേമം കൈകാര്യം ചെയ്യുന്നു അല്ലെ. കായികം, മ്യൂസിയം, രജിസ്ട്രേഷൻ അല്ലെ. OJ ജനീഷ് കണക്ട് ചെയ്ത് തരാം അല്ലെ. യുവാക്കൾക്ക് നല്ല ഓജസ് കിട്ടാൻ ദിവസവും എന്ത് ചെയ്യുന്നടാ? സ്പോർട്സ് ചെയ്യണം. എന്നിട്ട് മ്യൂസിയത്തിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ യുവജനക്ഷേമം, നല്ല ഓജസ് OJ ജനീഷ്. ദിവസവും എന്ത് ചെയ്യണം? സ്പോർട്സ്, കായികം. എന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു? മ്യൂസിയത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ യുവജനക്ഷേമം, സ്പോർട്സ്, മ്യൂസിയം, രജിസ്ട്രേഷൻ, കായികം. സ്പോർട്സ് പറഞ്ഞു. ആര് കൈകാര്യം ചെയ്യുന്നു? OJ ജനീഷാണ്. നോക്കി വെച്ചോളുക. ചോദിക്കാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് OJ ജനീഷ്. ശേഷം പോകുന്നു റോജി എം ജോൺ അല്ലെ. എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുന്ന വ്യക്തിയാണ് റോജി എം ജോൺ. കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ് അല്ലെ. പൊതുവിദ്യാഭ്യാസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ്. നമ്മൾ മിക്കവാറും സ്കൂളിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയവരൊക്കെ നമ്മൾ മുൻപിലെ റോയിൽ അവർ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻപിലത്തെ റോയിലായിരിക്കും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഇരിക്കുന്ന മുൻപിലത്തെ റോയിലായിരിക്കും അല്ലെ. ഇന്ത്യയുടെ പ്രധാന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് റ എന്ന് പറയുന്നത് അല്ലെ. റോ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കല്ലേ റായിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ചേരാൻ പറ്റൂ എന്ന് ചിന്തിച്ചാൽ മതി. അത് മാത്രം മതി അല്ലെ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ മുന്നിലത്തെ റോസിൽ ഇരിക്കും അല്ലെ. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ അല്ലെ. അപ്പൊ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. അവിടെ സിമ്പിൾ ആയിട്ട് ഇടണം ഉന്നത വിദ്യാഭ്യാസം. ഓക്കെ, PK കുഞ്ഞാലിക്കുട്ടി. ഈ പ്രാവശ്യം മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ്. പ്രായം കൂടിയ മന്ത്രി അല്ലെ PK കുഞ്ഞാലിക്കുട്ടി. കൈകാര്യം ചെയ്യുന്നത് വ്യവസായം, IT, വാണിജ്യം, കൈത്തറിയാണ്. മലപ്പുറത്ത് നിന്ന് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി അല്ലെ. വ്യവസായം, IT, വാണിജ്യം, കൈത്തറി. ITയിൽ നമുക്കിനി ആദ്യമായിട്ടൊരു AI വകുപ്പ് കേരളത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നുള്ള AI വകുപ്പ് വരുന്നു. അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി PK കുഞ്ഞാലിക്കുട്ടിയാണ്. AI വകുപ്പ് അതായിരിക്കും ചോദ്യത്തിൽ വരിക. കുട്ടികളുടെ കൈകൾ ഇപ്പോൾ IT മേഖലയിലെ
വാണിജ്യത്തിലും വ്യവസായത്തിലും ഏർപ്പെടുന്നു. അല്ലേ? കുട്ടികളുടെ കൈകൾ കൈത്തറി. IT മേഖലയിലെ വാണിജ്യത്തിനും വ്യവസായത്തിലും ഏർപ്പെടുന്നു. അല്ലെ, ഇങ്ങനെ കേട്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അല്ലെ, ഇതാ നോക്കിക്കോ, കുട്ടികൾ എന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി, കൈകൾ കൈത്തറി, IT മേഖല, അല്ലെ, വാണിജ്യം വ്യവസായം ഇതിൽ ഏർപ്പെടുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഒന്ന് നോക്കി വെച്ചോളിക്കാം. ശേഷം എന്താ നമ്മൾ പ്രവേശിക്കുന്നു. KM ഷാജി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് KM ഷാജി. മലപ്പുറം ജില്ലയിലെ വെങ്ങരയിൽ നിന്ന് വിജയിച്ച എന്ന വ്യക്തിയും കൂടിയാണ് KM ഷാജി. സിമ്പിളായിട്ട് പഠിക്കാം. അല്ലേ? ഷാജി എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് ഷാജി പാപ്പാനായിരിക്കും. ആ ഷാജി എന്നുള്ള പേര് തന്നെ നോക്കൂ, പല തദ്ദേശീയ സ്ഥലങ്ങളിലും ഉള്ള ഒരു പ്രധാന പെട്ട പേരുകളിലൊന്ന് ഷാജി എന്നായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. എല്ലാ തദ്ദേശ സ്ഥലങ്ങളിലും സാധാരണ കേൾക്കുന്ന പേരാണ് ഷാജി എന്ന് ചിന്തിച്ചാൽ മതി. ഷാജി പാപ്പാനെ അറിഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഷാജി, KM ഷാജി, തദ്ദേശ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത് KM ഷാജിയാണ്. N ഷംസുദ്ദീൻ, വിദ്യാഭ്യാസം വഖഫൊക്കെ കൈകാര്യം ചെയ്യുന്നത് N ഷംസുദ്ദീനാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയാണ് M ഷംസുദ്ദീൻ. അല്ലേ? ഷംസുദ്ദീൻ. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. അല്ലേ? ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നതാ? വിദ്യാഭ്യാസം ചെയ്യുന്നില്ലേ? സിമ്പിൾ അല്ലേ? ദിവസവും നമ്മൾ പഠിക്കുകയില്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ ഷംസുദ്ദീൻ, ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസം ചെയ്യുന്നു. ദിവസവും നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. കിട്ടണേ? പോകുന്നു. PK ബഷീർ, പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് PK ബഷീറാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാടിൽ നിന്ന് വിജയിച്ച എന്ന വ്യക്തിയും കൂടിയാണ് PK ബഷീർ. കൈകാര്യം ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. PK ബഷീർ കൈകാര്യം ചെയ്യുന്നു. ഇതാ നോക്കിയോ, PK ബഷീർ. അല്ലേ? നമുക്കറിയാന്നുള്ളൊരു ബഷീർ ഒരു പക്ഷേ വക്കം മുഹമ്മദ് ബഷീർ ആയിരിക്കും. വക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അല്ലേ? പാത്തുമ്മയുടെ ആട്. അത് മിക്കവാറും ഒക്കെ നമ്മളത് വായിച്ചിട്ടുള്ളവരായിരിക്കും. പാത്തുമ്മയുടെ ആട്. അല്ലേ? എടാ, അത് ഒരു പൊതുവായിട്ടിരിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. അല്ലേ? ഈ ആടിനെ പൊതുവിൽ നമ്മൾ എവിടെ കെട്ടും? പൊതുവായൊരു ബുക്ക് കാരണം എവിടെ മരത്തിൽ കെട്ടുമെന്ന് ചിന്തിച്ചാൽ മതി. ഇതാ നോക്കിയോ, പാത്തുമ്മയുടെ ആട് പൊതുവായി വായിക്കുന്ന ഒരു ബുക്കാണ് തന്നിരിക്കുന്നു. അല്ലെ, ആടിനെ നമ്മൾ ഇവിടെ കെട്ടും? മരത്തിൽ കെട്ടും. അപ്പൊ പൊതുമരം. അല്ലെ? പൊതുമരം ഈ വരയ്ക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് എന്ന് നമുക്ക് അവിടെ കിട്ടും. അല്ലെ? ആരാണ്? PK ബഷീറാണ് കൈകാര്യം ചെയ്യുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PK ബഷീർ. പോകുന്നു. VE അബ്ദുൽ ഗഫൂർ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച എന്ന വ്യക്തിയും കൂടിയാണ് VE അബ്ദുൽ ഗഫൂർ. 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു, ഫിഷറീസും സാമൂഹ്യനീതിയും. അല്ലെ? ഫിഷറീസും സാമൂഹ്യനീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് VE അബ്ദുൽ ഗഫൂർ. കൂടുതൽ കേട്ടിട്ടുള്ളത് ഗഫൂർ കാ ദോസ്ത്. അല്ലെ? ഗഫൂർ കാ ദോസ്തിനെ കേട്ടിട്ടുണ്ടായിരിക്കും, ആ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലേ? മമ്മൂക്കോയ അവിടെ ഗഫൂറായിട്ട് വരുന്നു. അല്ലെ? ചെയ്യുന്നത് ഒരു സാമൂഹ്യ നീതിയായിരുന്നു. അല്ലെ? 2 പേരെ അക്കരയ്ക്ക് നീന്തി പോകാൻ പറയുന്നു. അല്ലെ? രക്ഷപ്പെട്ടു വാന്നൊക്കെ പറയുന്നു. അല്ലെ? പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആ 2 പേരും അവിടെ പോയിട്ട് മലക്കറി മീനും വിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അല്ലെ? അവിടെ ഗഫൂർ ഖാൻ ചെയ്തത് ഒരു സാമൂഹ്യ നീതി പരിപാടിയായിരുന്നു. പക്ഷേ അവിടെ പോയി ചെയ്തത് മലക്കറി മീനും വിറ്റു എന്ന് ചിന്തിച്ചാൽ മതി. ഇതാ നോക്കിക്കോ, സാമൂഹ്യ പരിപാടിയാണ് ചെയ്തത്, പക്ഷേ പോയി എന്ത് വിറ്റടാ? മീൻ വിറ്റു. ആര്? ഗഫൂർ ഖാ ദോസ്. ഗഫൂർ. അല്ലെ? സാമൂഹ്യനീതി ഒപ്പം ഫിഷറീസും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാ പോകുന്നു. മോൻസ് ജോസഫ്. 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അല്ലെ? എറണാകുളം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് മോൻസ് ജോസഫ്. ഒന്ന് ജലവിഭവ വകുപ്പുണ്ട്, മറ്റൊന്ന് ജലസേചനമുണ്ട്, മറ്റൊന്ന് ഭവന നിർമ്മാണം. അല്ലെ? മോൻസ് ജോസഫ്. ഒന്നുകൂടി ജലവിഭവം, ജലസേചനം, ഭവന നിർമ്മാണം. അല്ലെ? മിക്കവാറും നമുക്കൊരു മോനുണ്ട് എന്ന് ചിന്തിക്കുക. മോനുണ്ടെങ്കിൽ അല്ലേ, ഈ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർക്ക് ഈ ജലത്തിൽ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? അപ്പം മിക്കവാറും കുറേ കളികളൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും, മോനെ ജലത്തിൽ കളിക്കാതെ വീട്ടിൽ പോടാ, ജലത്തിൽ കളിക്കാതെ വീട്ടിൽ പോടാ. അല്ലേ? ജലം എന്ന് പറയുമ്പോൾ ജലവിഭവം, ജലസേചനം. വീട്ടിൽ പോടാ, വീടെന്ന് പറയുമ്പോൾ ഭവനമല്ലേ, ഭവന നിർമ്മാണം. അല്ലേ? മോനെ ജലത്തിൽ കളിക്കാതെ വീട്ടിൽ പോടാ. മോനെ എന്ന് പറയുമ്പോൾ മോൻസ് ജോസഫ് ആണ്.
രണ്ട് കാര്യങ്ങളാണ് ജലവിഭവം ജലസേചനം കൈകാര്യം ചെയ്യുന്നു. വീട്ടിപ്പോട, വീട് എന്ന് പറയുമ്പോൾ ഭവനമാണ്, ഭവന നിർമ്മാണം ആര് കൈകാര്യം ചെയ്യുന്നത്? മോൻസ് ജോസഫ് ആണ് കൈകാര്യം ചെയ്യുന്നു. ക്ലിയർ. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു ഷിബു ബേബി ജോൺ. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. വനസംരക്ഷണം, നൈപുണ്യ വികസനം. കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്നും വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് ഷിബു ബേബി ജോൺ. അല്ലെ, വനസംരക്ഷണം, നൈപുണ്യ വികസനം, ഷിബു ബേബി ജോൺ. അപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ബേബിയും എടുക്കണം. ബേബി, ശിശുക്കൾ, കുട്ടികൾ. അല്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് ചിന്തിക്കുക. കേക്ക്, ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല സ്കില്ല് വേണ്ടേ, നല്ല നൈപുണ്യം വേണ്ടേ, സ്കില്ല് വേണ്ടേ? ഇത് അത്രയേ ഉള്ളൂ. താ നോക്കിക്കോ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റ് വനം അല്ലെ, അതുണ്ടാക്കാൻ നല്ല സ്കില്ല് വേണം. സ്കില്ല്, നൈപുണ്യം അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ ആരാ? ബേബി. 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ വനം, നൈപുണ്യ വികസനം ആര് കൈകാര്യം ചെയ്യുന്നു? ഷിബു ബേബി ജോൺ ആണ്. അവിടെ കിട്ടണം. ഈ പ്രാവശ്യത്തെ കോഡിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ് അനൂപ് ജേക്കബ്. ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് വിജയിച്ചു വന്ന അനൂപ് ജേക്കബ് ആണ്. നോക്കൂ, അനൂപ് ജേക്കബ് ഓപ്ഷനിൽ തരുമ്പം അവസാനത്തെ ബ് എടുക്കുക, ആദ്യത്തെ ആയും. അബ്, ഒരു ഹിന്ദി പഠിക്കാൻ പോകും നമ്മൾ. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലേ. ഇപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് എന്ത് സമീപിക്കാം? ഉപഭോക്തൃ സംരക്ഷണ കോടതിയെ സമീപിച്ചൂടെ? അല്ലേ, കൂടുതൽ പേര് ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ സമീപിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കുക. കോഡാണ് എന്ന് ചിന്തിക്കുക. ഞാൻ നോക്കിക്കോ, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. നമുക്കിപ്പോൾ എന്ത് കാര്യത്തിനും ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതും എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ദാ പോകുന്നു സി പി ജോൺ. തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് സി പി ജോൺ. ദാ നോക്കിക്കോ, 2 പ്രധാനപ്പെട്ട വകുപ്പാണ്. അതിലൊന്ന് ഗതാഗതം, മറ്റൊന്ന് വയോജന വകുപ്പാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷനും ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പും കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. പഠിച്ചു വെച്ചോളുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷനും ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പും കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. അല്ലേ, കൈകാര്യം ചെയ്യുന്നത് അത് സി പി ജോൺ ആണ്. തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചു വന്ന സി പി ജോൺ. ജോൺ എന്നുള്ളത് ഹോൺ ആക്കുക. ഹോൺ, മിക്കവാറും ഗതാഗതത്തിൽ നമ്മൾ ഹോൺ അടിക്കും. പിന്നെ വയോജന വകുപ്പുമായി ഇതൊന്ന് കണക്ട് ചെയ്യണം. വയോജനം, നമ്മളിൽ പലരും കൊച്ചി രാജാവ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ജഗതി, ദിലീപിന്റെ അപ്പൂപ്പനായിട്ട് ജഗതി ശ്രീകുമാർ വരുന്നു അല്ലേ. അതിൽ വയോജനമാണ് ജഗതി. വയോജനമല്ലേ, വയോജനമാണ്, വൃദ്ധനായിട്ടാണ് അല്ലെ വരുന്നത്. ഇപ്പോൾ രാജഭരണമായിരുന്നെങ്കിൽ രാജാവായിരുന്നു എന്നുള്ളത് പറഞ്ഞ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് ജഗതി ചെന്നൈയിൽ പുള്ളിനെ കാണാൻ, ദിലീപിനെ കാണാൻ വരുന്ന ഒരു കാറിലാണ് അല്ലേ, പടക്കുതിരയിലാണ് വരുന്നത് അല്ലെ. പക്ഷേ ലോറിയുടെ മുകളിൽ കാറൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പുള്ളി അവിടെ വയോജനമായിട്ടല്ലേ അഭിനയിക്കുന്നത് അല്ലേ. അവിടെ വന്നിട്ട് കാറിൻ്റെ അവിടെ നിന്ന് ഹോൺ അടിക്കുന്നില്ലേ. ഹോൺ എന്നുള്ളത് ജോൺ എന്നോർത്തിരിക്കുക അല്ലേ. കാറിൽ വരുന്നു. ഗതാഗതവും വയോജന വകുപ്പും ആര് കൈകാര്യം ചെയ്യുന്നു? സി പി ജോൺ കൈകാര്യം ചെയ്യുന്നു. ഹോൺ ജോൺ എന്ന് ചിന്തിക്കുക. ഓക്കെ, ഹോൺ ജോൺ കിട്ടണം. ഇനിതാ നോക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനാണ്. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു നിലവിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. ശേഷം എന്താ നോക്കിയോ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിലവിലെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. ഇനി നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ ആരെന്ന് ചോദിക്കണമെങ്കിൽ അത് ജി സുധാകരനാണ്. പ്രോട്ടൈം സ്പീക്കർ ആരാണ്? ജി സുധാകരൻ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ചോദിക്കണമെങ്കിൽ അത് ഷാനിമോൾ ഉസ്മാനാണ്. ഇനി പ്രോട്ടൈം സ്പീക്കർ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? ജി സുധാകരനാണ്. ഇനി നിയമനങ്ങളിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ്. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. ഇനി വരുന്ന 10th പ്രിലിംസിന് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും.
മന്ത്രിമാരും വകുപ്പുകളും അവർ ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ മണ്ഡലം ഏതെന്നെങ്കിലും ചോദിച്ചിരിക്കും. ഈ ആരാണ് ഇപ്പോൾ ഗവർണർ ആരാണ്, ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്, സ്പീക്കർ ആരാണ്, പ്രോട്ടൈം സ്പീക്കർ ആരാണ്, ചീഫ് സെക്രട്ടറി ആരാണ്, ഗവർണർ നമുക്കറിയാം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഗവർണർ എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ഇന്ന് ചോദിക്കും. ഒന്നുകൂടി ഇന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നു എങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർ സീലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.